കമൽ നേരത്തെ പൊതുവായി വയനാടിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രത്തെക്കുറിച്ചാണ് കമൽ പറഞ്ഞത്. അവിടെ 14,71,742 വോട്ടർമാർ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, തിരുവമ്പാടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ 3 ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങൾ, അതീവ സുരക്ഷ ഉള്ള ചില ബൂത്തുകൾ, 11 പോളിംഗ് ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷാ പട്ടിക, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സജ്ജീകരിക്കുന്ന 7 വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ. അതൊക്കെ ഇന്നലത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കൊക്കെയാണ് നേരത്തെ കമൽ ഞാനുമായി പങ്കുവച്ചത്. പൊതുവിൽ ഇപ്പോൾ വലിയ കണക്കുകൂട്ടലിൽ തന്നെ വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ടായിരുന്ന 3 മുന്നണികളും കൊട്ടിക്കലാശത്തിൽ 3 മുന്നണികളുടെ ആവേശമൊക്കെ കണ്ടതാണ്. ഇപ്പോൾ SKMJ ഹൈസ്കൂളിലേക്ക് ഈ വോട്ടെടുപ്പ് ദിനം വരുമ്പോൾ അവിടുത്തെ ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? എങ്ങനെയാണ് അവിടുത്തെ ഒരു ക്രമീകരണം? രതീഷ്, വോട്ടെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. വോട്ടർമാർ, ഇത് നഗരത്തിലെ ബൂത്താണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വോട്ടർമാരുടെ ഒരു നീണ്ട നിര തുടക്കത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല. കൽപ്പറ്റ നഗര പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ബൂത്തുകളാണ് SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തായാലും കുറച്ച് തുടക്കത്തിൽ തന്നെ ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയാണുള്ളത്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. SKMJ ഹൈസ്കൂളിന് പുറമെ കൽപ്പറ്റ നഗരത്തിൽ തന്നെ 3 സ്കൂളുകളിൽ കൂടി ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് രാവിലെ SKMJ ഹൈസ്കൂളിലെ ബൂത്തിലെത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി ഏതാണ്ട് 9 മണിയോടെ കൽപ്പറ്റ സെൻറ് ജോസഫ്സ് ഹൈസ്കൂളിൽ ബൂത്ത് സന്ദർശിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവർക്ക് ഉച്ചയോടെ ഡൽഹിക്ക് മടങ്ങേണ്ടതുണ്ട്. ചൂരൽമലയും മുണ്ടക്കൈയുമാണ് മറ്റൊരു ശ്രദ്ധാകേന്ദ്രം. നമുക്കറിയാം, ജൂലൈ അവസാനം വലിയ ദുരന്തം നടന്നതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൽ 2 ബൂത്തുകളാണ് ചൂരൽമലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. മറ്റ് മുണ്ടക്കൈയിലെ പൂർണ്ണമായും ജനവാസ മേഖല തകർന്ന മുണ്ടക്കൈയിലെ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം മേപ്പാടിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിൽ 3 ബൂത്തുകളിലാണ് ഈ ദുരന്ത മേഖലയിലുള്ളവർ വോട്ട് ചെയ്യുക. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി രാവിലെ ചൂരൽമലയിലേക്ക് എത്തുന്നുണ്ട്. അത്തരത്തിൽ 3 സ്ഥാനാർത്ഥികളും ഇന്നും ഈ മണ്ഡലത്തിൽ സജീവമായി തന്നെയുണ്ട്. മറ്റ് പ്രമുഖരെല്ലാം വോട്ട് രേഖപ്പെടുത്തുന്ന സമയം ലഭ്യമായിട്ടുണ്ട്. മന്ത്രി OR കേളു ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ നാടായ കാട്ടിക്കുളത്തിനടുത്ത് എടയൂർ കുന്നിലെ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തുക. രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ SKMJ ഹൈസ്കൂളിലെ ബൂത്തിലാണ് വോട്ട് ചെയ്യുക. അദ്ദേഹം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും. എന്തായാലും ഉയർന്ന പോളിംഗ് ശതമാനം തന്നെയാണ് 3 മുന്നണികളും പ്രതീക്ഷിക്കുന്നത്. പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായാൽ കണക്കുകൂട്ടലിൽ തെറ്റുണ്ടാകും. മാത്രമല്ല, ഈ അടുപ്പിച്ചു വന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അധിക മാസങ്ങളെ ആയിട്ടുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ സമയത്ത് അവധി സമയമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുമോ എന്ന കാര്യത്തിൽ മുന്നണികൾക്ക് ആശങ്കയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UDF ബംഗളൂരുവിൽ നിന്ന് ബസ്സുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് സാധാരണ ചെയ്യാറുള്ളതാണ്. വയനാട്ടിലെ തെരഞ്ഞെടുപ്പിന് ബംഗളൂരുവിൽ നിന്നുള്ള യാത്രാ സൗകര്യമൊക്കെ മുന്നണികൾ ഒരുക്കി നൽകാറുണ്ട്. അത്തരത്തിൽ ബസ്സുകളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്തായാലും 70%-ലധികമെങ്കിലും സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വമൊക്കെ നേരിട്ട് ഇടപെട്ടായിരിക്കും ഇത്തരം ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയത്. നേരത്തെ കമൽ തന്നെ പറഞ്ഞു, കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വമൊക്കെ ഇടപെട്ടാണ് അവിടെ നിന്ന് ബസ്സുകളിൽ പ്രത്യേകമായി അവിടെ ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ വയനാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മോക്ക് പോളിംഗ് ആണ് ഇപ്പോൾ എല്ലായിടത്തും പുരോഗമിക്കുന്നത്. മോക്ക് പോളിംഗിൽ എവിടെയും അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല.